ഹലോ ഓൾ, എല്ലാവർക്കും ജി കെ വേൾഡ് ആൻഡ് പി എസ് സിയിലേക്ക് സ്വാഗതം. ഞാൻ ആഷ്ന ഷാജി. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, +1 ആൻഡ് +2 നമ്മൾ നോക്കേണ്ട പ്രധാനപ്പെട്ട ചാപ്റ്റേഴ്സും അതുപോലെ സബ്ജക്ട്സും ഏതൊക്കെയാണെന്നാണ് പറയാൻ പോകുന്നത്. ഏറ്റവും കൂടുതൽ റിക്വസ്റ്റ് വന്നൊരു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം. ഇവിടെ ഫസ്റ്റ് ഓഫ് ഓൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഹിസ്റ്ററിയാണ്. ഇത് +2 ഹിസ്റ്ററിയാണ്. +1 നമുക്ക് പ്രധാനമായിട്ടും ഏൻഷ്യന്റും മിഡീവലൊക്കെയാണ് വരുന്നത്. നമ്മുടെ മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററിയും അതുപോലെ മോഡേൺ ഹിസ്റ്ററിയൊക്കെയായിട്ട് ബന്ധപ്പെട്ട ചാപ്റ്റേഴ്സാണ് +2 നമുക്ക് പഠിക്കാനുള്ളത്. ഇത് ഭാഗം 3 ഇന്ത്യൻ ഹിസ്റ്ററി പാർട്ട് 3 നമുക്ക് പഠിക്കാനുള്ളത്. പാർട്ട് 3 ചാപ്റ്റർ 10 കോളനി ഭരണവും ഗ്രാമപ്രദേശവും, 11 കലാപകാരികളും രാജ്യവും അതായത് 1857 കലാപവും അതിൻ്റെ ചിത്രീകരണങ്ങളുമാണ്. മഹാത്മാഗാന്ധിയും ദേശീയവാദി പ്രസ്ഥാനവും, അതുപോലെ തന്നെ 13 വിഭജനത്തെ മനസ്സിലാക്കൽ. ഈ ഒരു ചാപ്റ്ററാണ് പാർട്ട് 3 നമുക്ക് നോക്കാനുള്ളത്. അതുപോലെ തന്നെ ഭാഗം 4 വരുന്ന 14-ത്തെയും 15-ത്തെയും ആധുനിക പൂർവ്വ കേരളവും അതുപോലെ കേരളം ആധുനികതയിലേക്ക്, ഇത് കേരള ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ടാണ് നമുക്ക് രണ്ട് ടെക്സ്റ്റിലും നോക്കേണ്ട ചാപ്റ്റേഴ്സ്. അതുപോലെ തന്നെ അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് ജോഗ്രഫിയാണ്. ഇത് നമ്മുടെ +1 ജോഗ്രഫിയാണ്. +1 ജോഗ്രഫിയിൽ ഫിസിക്കൽ ജോഗ്രഫിയിൽ നമുക്ക് നോക്കാനുള്ളത് ചാപ്റ്റർ 2 മുതലാണ്, അതായത് യൂണിറ്റ് 2 മുതലാണ് നമുക്ക് നോക്കാനുള്ളത്. യൂണിറ്റ് 2 നമുക്ക് പഠിക്കാനുള്ളത് ഭൂമിയുടെ ഉൽപ്പത്തിയും പരിണാമവും എന്ന് പറയുന്ന ചാപ്റ്റർ തുടങ്ങി നമുക്ക് പഠിക്കാനുള്ളത് 14 ചാപ്റ്റേഴ്സാണ്. അതാണ് സമുദ്രജല ചലനങ്ങൾ എന്ന് പറയുന്ന 14 ചാപ്റ്റർ വരെ നമ്മൾ നോക്കേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ അടുത്തത് ഇന്ത്യൻ ജോഗ്രഫി എന്ന് പറഞ്ഞ് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് കിടക്കുന്നുണ്ട്. അത് +2 ജോഗ്രഫിയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞത് +1 ഫിസിക്കൽ ജോഗ്രഫിയെ കുറിച്ചിട്ടാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇത് +2 ജോഗ്രഫിയാണ്. ഇതിനകത്ത് നമുക്ക് പഠിക്കാനുള്ളത് ഇന്ത്യ സ്ഥാനം മുതൽ 1-ാമത്തെ ചാപ്റ്റർ, അതുപോലെ 5-ാമത്തെ ചാപ്റ്റർ, അതുപോലെ 6-ാമത്തെ ചാപ്റ്റർ, അതുപോലെ 7-ാമത്തെ ചാപ്റ്റർ. ഇത്രയുമാണ് ഇന്ത്യൻ ജോഗ്രഫിയിൽ നമുക്ക് പഠിക്കാനുള്ള ചാപ്റ്റേഴ്സ്. ഓക്കെ ആണല്ലോ. ഇനി അതുപോലെ തന്നെ ഇവിടെ നമ്മൾ നോക്കേണ്ടത് ഇത് നമ്മുടെ ഇന്ത്യൻ ജോഗ്രഫിയാണ്. ഇന്ത്യൻ ജോഗ്രഫിയിൽ നമുക്കിത് മുഴുവനും നോക്കണം കേട്ടോ. വിട്ടുപോയതാണ് 1, 2, 3, 4, 5, 6, 7. ഇത് +1 തന്നെ ഇന്ത്യൻ ജോഗ്രഫിയാണ്. അതുപോലെ ഞാൻ പറഞ്ഞത് +2 ജോഗ്രഫിയിൽ നമുക്ക് നോക്കേണ്ടത് ജനസംഖ്യാ വിതരണം സാന്ദ്രത 1-ാമത്തെ ചാപ്റ്റർ. ദെൻ അത് കഴിഞ്ഞ് ഭൂവിഭവങ്ങളും കൃഷികളും, അതായത് 5-ാമത്തെ ചാപ്റ്റർ. ദെൻ 6-ാമത്തെ ചാപ്റ്റർ 7, 8, 9, 10, 11. ഇത്രയും ചാപ്റ്റേഴ്സ് ആണ് നമുക്ക് +2 എന്ത് ചെയ്യാനുള്ളത്, ജോഗ്രഫിയിൽ നോക്കാനുള്ളത്. ഓക്കെ ആണല്ലോ. അപ്പോൾ +1 +2 ഹിസ്റ്ററിയും ജോഗ്രഫിയും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അല്ലെ. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് എക്കണോമിക്സ് ആണ്. എക്കണോമിക്സ് നോക്കിയിട്ട് ബാക്കിയിലേക്ക് വരാം. അപ്പോൾ എക്കണോമിക്സ് ഞാൻ പറഞ്ഞിരുന്നു 8, 9, 10 നോക്കേണ്ടിയിരിക്കുന്നു. അതിനുശേഷം +1 പാർട്ട് 1 ആണ്. ഇത് അധ്യായം 1 മുതൽ പ്രധാനപ്പെട്ട ചാപ്റ്റേഴ്സ് ആണ്. ഇത് മുഴുവനും നമ്മൾ നോക്കേണ്ടി വരും. അപ്പോൾ അധ്യായം 1 മുതൽ നമുക്ക് ഏകദേശം 9 യൂണിറ്റ് വരെ, 1, 2 മുതൽ അധ്യായം 9 വരെയെങ്കിലും നമ്മൾ എന്ത് ചെയ്തിരിക്കണം, നമ്മൾ നോക്കേണ്ടിയിരിക്കുന്നു. ഇതെങ്കിലും നോക്കാതെ പോകരുത് കേട്ടോ. അപ്പം പരിസ്ഥിതിയും സുസ്ഥിര വികസനം എന്ന് പറഞ്ഞ അധ്യായം 9 വരെ നമുക്ക് എന്ത് ചെയ്യണം, ഇതിനകത്ത് നോക്കേണ്ടിയിരിക്കുന്നു. ഇനി അതുപോലെ തന്നെ +2 വരുമ്പോഴും നമുക്ക് പഠിക്കാനുള്ളത് 1 മുതൽ 6 വരെയുള്ള ചാപ്റ്റേഴ്സ് ആണ്. ദേശീയ വരുമാനം, പണവും ബാങ്കിങ്, വരുമാനം, സർക്കാർ ബജറ്റ്, സ്ഥൂല ശാസ്ത്രവും തുറന്ന സമ്പദ്ഘടനയും. ഇത്രയുമാണ് നമുക്ക് +2 എക്കണോമിക്സിൽ പഠിക്കാനുള്ള പാഠഭാഗങ്ങൾ. ഓക്കെ ആണല്ലോ. അപ്പം ഹിസ്റ്ററി നമ്മൾ പറഞ്ഞു, ജോഗ്രഫി പറഞ്ഞു, ആൻഡ് എക്കണോമിക്സ് പറഞ്ഞു. ഇനി അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് കമ്പ്യൂട്ടർ സയൻസ് ആണ്. അപ്പം കമ്പ്യൂട്ടർ സയൻസിൽ നമ്മൾ ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് നോക്കാനുള്ളത് നമുക്ക് നോക്കാം. ഇത് നമ്മൾ പറയുന്നത് +1 കമ്പ്യൂട്ടർ സയൻസിൻ്റെ ടെക്സ്റ്റ് ബുക്കാണ്. ഓക്കെ, ഇത് നമ്മുടെ പാർട്ട് 1 ആണ്. പാർട്ട് 1 നമുക്ക് നോക്കാനുള്ളത് 3-ാമത്തെ ചാപ്റ്റർ ആണ്, കമ്പ്യൂട്ടർ സിസ്റ്റത്തിൻ്റെ ഘടകങ്ങൾ. കമ്പ്യൂട്ടർ കോമ്പോണൻസ് ഓഫ് ദ കമ്പ്യൂട്ടർ സിസ്റ്റം എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് നമുക്ക് 3-ാമത്തെ യൂണിറ്റ് ആണ് നോക്കേണ്ടത്. അതിനുശേഷം വരുന്നത് +2 ആണ്. ഇത് ഞാനിവിടെ എടുത്തിരിക്കുന്നത് നമ്മുടെ +1 കമ്പ്യൂട്ടർ സയൻസിൻ്റെ 11-ാമത്തെ ചാപ്റ്റർ ആണ്. 11-ാമത്തത് കമ്പ്യൂട്ടർ ശൃംഖലകൾ, കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് എന്ന് പറയുന്ന ചാപ്റ്ററും, 12-ാമത്തെ ചാപ്റ്റർ ഇന്റർനെറ്റും മൊബൈൽ കമ്പ്യൂട്ടിങ്ങും. ഓക്കെ, ഇന്റർനെറ്റും മൊബൈൽ കമ്പ്യൂട്ടിങ്ങും എന്ന് പറയുന്ന 12-ാമത്തെ ചാപ്റ്റർ ആണ് നമുക്ക് എഴുതാത്ത നോക്കേണ്ടത്, ഈ പറഞ്ഞിരിക്കുന്ന കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിൽ നോക്കേണ്ടത്.
ഓക്കെ ആണല്ലോ. നമ്മൾ പറഞ്ഞ പോലെ മൂന്നാമത്തെ ചാപ്റ്റർ നോക്കുക, അതുപോലെ 11, അതുപോലെ 12. ഈ 3 ചാപ്റ്റേഴ്സാണ് നമ്മൾ ഏത് എക്സാമിന് വേണമെങ്കിലും കമ്പ്യൂട്ടർ പഠിക്കേണ്ടത്. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് കോൺസ്റ്റിറ്റ്യൂഷനാണ്. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷന് നമ്മൾ നോക്കേണ്ട ചാപ്റ്റേഴ്സ് നമുക്ക് നോക്കാം. ഇവിടെ പ്രധാനമായിട്ടും +1 ആണ്, +1ലാണ് എടുത്തിരിക്കുന്നത്. ഇതിനകത്ത് നമുക്ക് രാഷ്ട്രീയ സ്വാതന്ത്ര്യം, സമത്വം, സാമൂഹ്യനീതി, അവകാശങ്ങൾ, പൗരത്വം, ദേശീയത, മതേതരത്വം ആൻഡ് ഫൈനലി ഇത് മുഴുവനും എന്താണ് ഫെഡറലിസം വരെ നമുക്ക് നോക്കണം. 1 മുതൽ 7 വരെയുള്ള ചാപ്റ്റേഴ്സ് നിർബന്ധമായിട്ടും എന്ത് ചെയ്യുക, നോക്കിയിട്ട് തന്നെ പോവുക. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് SCERT 5 to 10 വരെയുള്ളത് ഓരോ സബ്ജക്റ്റ് അനുസരിച്ച് എങ്ങനെയൊക്കെ പഠിക്കണമെന്നും എങ്ങനെയാണ് തുടങ്ങേണ്ടതെന്നുമുള്ള ക്ലാസ്സുകളൊക്കെ നമ്മൾ അടുത്ത് തന്നെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഏറ്റവും കൂടുതൽ കുട്ടികൾ ചോദിച്ചൊരു വീഡിയോ ആയിരുന്നു ഇത്. അപ്പം ഞാൻ എല്ലാ ചാപ്റ്റേഴ്സും പറഞ്ഞിട്ടുണ്ട്. ഈ പറഞ്ഞിരിക്കുന്ന സിലബസിലെ ടോപ്പിക്സും ചാപ്റ്റേഴ്സും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകൾ തന്നെ ഉടൻ തന്നെ നമ്മുടെ ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ഇപ്പോൾ ജോഗ്രഫിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരു ക്ലാസ് റണ്ണിങ് ഉണ്ട്. അപ്പോൾ അത് കഴിയുമ്പോൾ നമ്മൾ +1 ക്ലാസ്സിലേക്കായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ദിവസവും എൻ്റെ ക്ലാസ്സുകൾ ലഭിക്കാനായിട്ട് അക്കാഡമി പ്ലാറ്റ്ഫോമിൽ സൗജന്യ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. തികച്ചും 1 രൂപ പോലും നൽകാതെ നിങ്ങൾക്ക് സൗജന്യമായിട്ട് ലഭിക്കുന്ന ക്ലാസ്സുകളാണ്. എല്ലാ ദിവസവും രാത്രി 8 മണിക്ക് നമ്മുടെ ക്ലാസ് ഉണ്ടാവാറുണ്ട്. അതുപോലെ 11 മണിക്കും എൻ്റെ ക്ലാസ്സുകൾ ഉണ്ടാവാറുണ്ട്. രാത്രി 8 മണിക്കും രാവിലെ 11 മണിക്കുമാണ് എൻ്റെ ക്ലാസ്സുകൾ ലഭിക്കാനായിട്ട് താഴെ കാണുന്ന നമ്മുടെ കമൻറ്റ് ബോക്സിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ കൊടുത്തിരിക്കുന്ന ഗ്രൂപ്പിൽ അംഗമാവുക. ഓക്കെ. ഡെയിലി കറണ്ട് അഫയേഴ്സ് അതുപോലെ ടെക്സ്റ്റ് ബുക്ക് ലഭിക്കാനായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, ഈ പറഞ്ഞിരിക്കുന്ന ക്ലാസ്സിൻ്റെ ടെക്സ്റ്റ് ബുക്കുകളെല്ലാം ലഭിക്കാനായിട്ട് നമ്മളുടെ ടെലഗ്രാം ചാനലിലോ അല്ലെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പിലോ ജോയിൻ ചെയ്യാൻ മറക്കാതിരിക്കുക. അപ്പം ആർക്കെങ്കിലും പഠിച്ചു തുടങ്ങുന്നവരുണ്ടെങ്കിൽ നമുക്ക് അക്കാഡമി പ്ലാറ്റ്ഫോമിൽ 120 ദിവസത്തെ ബാച്ച് കോഴ്സ് SCERT ബേസ് ചെയ്തത്, 100 ദിവസത്തെ ബേവ്കോ LDC എക്സാമിന് വേണ്ടിയിട്ടുള്ള ഒരു ബാച്ച്, 12ന് വേണ്ടിയിട്ട് CPOയ്ക്കും COയ്ക്കും വേണ്ടിയിട്ടുള്ള 2 ബാച്ച് കോഴ്സുകൾ, പിന്നെ ആരംഭം ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, HSIക്ക് വേണ്ടിയിട്ടുള്ള ബാച്ച് കോഴ്സ്, ധാരാളമായിട്ടുള്ള പ്ലസ് ഫീച്ചേഴ്സും അവൈലബിൾ ആണ്. ഇഷ്ടമുള്ള അധ്യാപകരിൽ നിന്ന് പഠിക്കാം. എക്സാം പ്രിപ്പറേഷൻ, റെഗുലർ ആയിട്ടുള്ള ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസ്, ഫ്രീ ടെസ്റ്റ് സീരീസ്, മോക്ക് ടെസ്റ്റുകളെല്ലാം നിങ്ങൾക്ക് എന്താണ് അക്കാഡമി സബ്സ്ക്രിപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ ലഭിക്കുന്നതാണ്. അപ്പോൾ ഈ കാണിച്ചിരിക്കുന്ന പ്ലാനിൽ നിന്നും 19% ഡിസ്കൗണ്ട് കിട്ടാനായിട്ട് നിങ്ങൾ ജോയിൻ ചെയ്യുന്ന സമയത്ത് ഷാഫി ഐ എന്ന റെഫറൽ കോഡിൻ്റെ ഒപ്പം നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ക്രെഡിറ്റ്സും കൂടി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ കാണിച്ചിരിക്കുന്ന മോഡലിൽ നിന്നും 19% ഫീസ് ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് പ്ലസ് സബ്സ്ക്രിപ്ഷൻ എടുക്കാം. കൂടുതൽ അറിയാനായിട്ട് ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഷെയർ ചെയ്യുക. അപ്പം അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും എന്താണെങ്കിലും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോസായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു സോ മച്ച്.